മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ നീക്കത്തിൽ വേൾഡ് റെക്കോർഡാണ് നരേന്ദ്രമോദി സ്വന്തമാക്കിയത്. നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ എന്തോ തറവാട്ട് സ്വത്താണ് ഈ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ പോലും നിരന്ന് നിന്നങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നത്. ചില ആളുകൾ പറഞ്ഞു സകലതും ഇൻസ്റ്റാഗ്രാമിലാണ് നടക്കുന്നത്, മറുപടി വരുന്നത് മറ്റു പ്ലാറ്റ്ഫോമിലാണ് എന്നൊക്കെ. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിലായിരുന്നു ഐഷോ സ്പീഡ് എന്ന ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കാണാൻ 24 മണിക്കൂർ കൊണ്ട് 30 കോടി ആളുകൾ കണ്ടു എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐഷോ സ്പീഡിനെയും വെട്ടിയിട്ട് 303 മില്യൺ കാഴ്ചക്കാരിലേക്ക് തന്റെ വീഡിയോ എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീഡിയോയാണ് ഇന്ന് വേൾഡ് റെക്കോർഡ് ഇട്ട് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 24 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീഡിയോ. അതിന്റെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് 1,70,00,000 ആളുകളാ. ഇത് നമുക്ക് കൂറാച്ചികളെയും പാറ്റകളെയും അത്തരം ആളുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അവരൊക്കെ പാറ്റയും കൂറാച്ചികളൊക്കെ ആണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ജീവിതത്തിൽ ഇന്നേ വരെ ഈ നരേന്ദ്രമോദിക്ക് കിട്ടിയ ആ ലൈക്കിന്റെ പകുതി പോലും നേടാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണോ. ഇനി ആ വീഡിയോക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു വീഡിയോ ഈ കഴിഞ്ഞ രാത്രിയിലും നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തില്ലേ. അദ്ദേഹം എന്താണ് ആ വീഡിയോയിലൂടെ പറഞ്ഞത് എന്നും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്നലെ എല്ലാവരെയും കാണാനുള്ള അവസരമുണ്ടായേ. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട് ഉൾക്കാഴ്ചയുള്ള നിർദ്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കും. കൂടുതൽ പ്രവർത്തനങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. നന്ദി സുഹൃത്തുക്കളെ, നന്ദി. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുതലമുറയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് ഞാൻ നിങ്ങൾക്കിടയിലുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് രാജ്യത്തെ പുതുതലമുറയോട് വിളിച്ചു പറയുന്നത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിക്കാര് അവരെ പിന്തുണച്ച സകല ആളുകളും എന്താണോ പ്രതീക്ഷിച്ചത് അതിനൊക്കെ 1000 മടങ്ങ് വിപരീതമായിട്ടാണ് ഈ വിഷയം നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അങ്ങ് വലിച്ചു പുറത്തിടാമെന്ന് കരുതിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരും പ്രതിപക്ഷത്തെ സകല ആളുകളും രാജ്യവിരുദ്ധരും രാജ്യദ്രോഹികളും കലാപകാരികളും സകലരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് മോദിയെ വലിച്ചിടാം, അതും ഇൻസ്റ്റാഗ്രാമിലൂടെ, അത് പുതുതലമുറയെ ഉപയോഗിച്ച് എന്ന കരുതി മുന്നോട്ട് പോയ സകലരുടെയും മണ്ടയ്ക്ക് തന്നെ കൊട്ടിക്കൊണ്ട് അതേ ഇൻസ്റ്റാഗ്രാമിൽ മറുപടിയുമായിട്ട് മോദി തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഓരോ ആളുകളും മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ വിഷയത്തിൽ സകലർക്കുമെതിരെ ഞങ്ങൾ നടപടിയെടുത്തു, അതുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, വീണ്ടും എക്സാം നടത്തി, റിസൾട്ട് വന്നു, 11.5 ലക്ഷത്തിലധികം ആളുകൾ ക്വാളിഫൈ ചെയ്തു. ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടായാൽ 10 കോടി രൂപ പിഴ അടയ്ക്കണം, 10 വർഷം ജയിലിൽ അടയ്ക്കൂ. കൃത്യമായിട്ട് ഇനി വളരെ വലിയ സുരക്ഷയിലായിരിക്കും എക്സാമുകൾ രാജ്യത്ത് നടക്കുക. എത്ര സുന്ദരമായ ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ നടപടിയെടുത്ത് ഒരു സർക്കാർ രംഗത്ത് വന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതിനൊരു മറുപടിയില്ലായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയുടെ കാലത്ത് കൃത്യമായിട്ട് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രി സുന്ദരമായിട്ട് മുന്നോട്ട് വെച്ചു. ഈ ഒരു വീഡിയോ ഇറങ്ങിയതോട് കൂടിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ നടു ഒടിഞ്ഞു. കാരണം എന്താ? ജന്തർ മന്ദിറിലേക്ക് വരണം, ഞങ്ങളോട് ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോട് പുതുതലമുറ നിരന്തരം ചോദിച്ചു. ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായി എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടല്ലോ.
പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് പോകുന്നില്ല? അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പ്രഖ്യാപിച്ച കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ മുട്ടുമടക്കി നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു. ചർച്ചകൾ നടക്കുന്നു. അതിൽ ഒരു ആവശ്യം ഒഴിച്ച് 2 ആവശ്യങ്ങളും നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി അംഗീകരിച്ചു. കലാപകാരികളെ ഒരു തരത്തിലും വിടില്ല എന്ന് പറയുന്നു. അതായത് മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ, ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകളൊന്നും ഇത് സർക്കാരുമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളെ അല്ല. ഇവിടെ SSLCക്ക് പോലും പരാജയപ്പെട്ട ആളുകള് ആത്മഹത്യക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് വാർത്ത കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഒരു സർക്കാരും എടുക്കാറില്ല എന്നുള്ളതും ഇതിലൂടെ സകല ആളുകളും തിരിച്ചറിയണം. ഇത്തരത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് മാർച്ചിൽ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെയുള്ള കേസില്ല. പക്ഷേ കലാപം നടത്തിയവർക്കെതിരെ മാത്രമല്ല, ആക്രമിച്ചവർക്കെതിരെ ഇതൊന്നും വെറുതെ വിടില്ല. അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരൻ ഗതികെട്ട് അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഈ കലാപം നടത്തിയത് അവരാണെന്ന് അവര് സമ്മതിക്കുന്നതിനും സമമല്ലേ? അപ്പോ മാർച്ചിൽ സമരത്തിന് പങ്കെടുത്തവർക്കെതിരെ കേസില്ല, പക്ഷെ കലാപത്തിന് പങ്കെടുത്ത സകലർക്കുമെതിരെ കേസുണ്ടാവും. ഒരാളെയും വെറുതെ വിടില്ല. മറ്റൊന്ന്, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ ചർച്ചയൊക്കെ നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ വന്നതോട് കൂടിയിട്ട് ജന്തർ മന്ദിറിലേക്ക് വരണമെന്ന് പറഞ്ഞ ആളുകൾ നേരിട്ട് മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നു. ഏറെക്കുറെ സമരം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു വിപ്ലവത്തിന് നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുണ്ട്. പുതുതലമുറക്കൊപ്പം നിന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് പോവുക. കോൺഗ്രസിന് 2014 വരെ എന്തായിരുന്നോ സംഭവിച്ചത്? അതായത് ഒരു സമരം വരുമ്പോൾ അതിനെ മൈൻഡ് വെക്കാതെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോയത് കൊണ്ടാണ് പിന്നീട് NDA സർക്കാർ വരുന്നതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നതും. ഇത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി കൃത്യമായിട്ട് ഈ സമരക്കാർക്കിടയിലേക്ക് തന്നെ, പുതുതലമുറയ്ക്ക് ഇടയിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പാണ്, നമ്മുടെ രാജ്യം വളരണം, നമ്മൾ രാജ്യത്തിന് വേണ്ടിയാണ് മുന്നോട്ട് പോവേണ്ടത്, കൃത്യമായ സന്ദേശം കൊടുത്ത് ഒരു കാര്യത്തിൽ ഒരു തർക്കം വേണ്ടിട്ടോ. ഇനി നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രത്യക്ഷപ്പെട്ടോണ്ടിരിക്കും. അതോ പുതുതലമുറയോട് സംവദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് നിരന്തരം അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇനി നിരന്തരം എത്തിക്കൊണ്ടിരിക്കും. അപ്പൊ രാജ്യത്തിന്റെ പുതുതലമുറയും ഇനി നരേന്ദ്രമോദിക്ക് ഒപ്പം തന്നെ അണിനിരക്കും. ഇവിടെ വടി പിടിച്ച് പണി ഇരന്ന് വാങ്ങിയത് ആരാണ്? രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകള്, കലാപകാരികളായിട്ടുള്ള ആളുകള്, പ്രത്യേകിച്ച് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ സകല ആളുകളുടെയും മണ്ടക്ക് തന്നെയാണ് അടി വാങ്ങിയിട്ടുള്ളത്. ഈ സമരത്തെ പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആ മികച്ച നേതാവിന് സാധിച്ചു എന്നുള്ളത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതിലേക്ക് ഈ സമരവും കാര്യങ്ങളൊക്കെ എത്തിയില്ലേ? ഇതാണ് നരേന്ദ്രമോദി എന്ന മികവുള്ള, ദീർഘവീക്ഷണമുള്ള നേതാവ് എന്നുള്ളത് സകലരും തിരിച്ചറിയാ. ഒരു തർക്കവും വേണ്ട. 2029 നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളത് സകലരും അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോയിക്കോളൂ. ഈ സമരവും പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് പ്രധാനമന്ത്രി മാറ്റിയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് തൂക്കിയിരിക്കുന്നു.